ന്യൂനപക്ഷ സമൂഹം കോൺഗ്രസിനോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പമുള്ള ചേരിയാണ് എന്ന് ബോധ്യം വന്നപ്പോൾ CPM കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് രൂപം കൊടുത്തു. അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് വർഗീയമായ വിഭജനത്തിലൂടെ വിഭാഗീയതയുണ്ടാക്കി ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തോടുകൂടി കേരളത്തിൽ തുടർഭരണം സാധ്യമാക്കുക എന്നുള്ളതാണ് CPM കേരളത്തിൽ പരീക്ഷിക്കുന്ന അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്. അതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ശ്രീ കെ മുരളീധരൻ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രണ്ട് മുന്നണിയെയാണ് എതിർക്കുന്നത്. ഒന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള NDA, മറ്റൊന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള LDF. പരസ്പര ധാരണയോടെ അന്തർധാരയായിരുന്നു ഇന്നലെ വരെയെങ്കിൽ പരസ്യമായ ധാരണയായി PM ശ്രീ പദ്ധതിയിലൂടെ ഞാനും നിങ്ങളും കണ്ടു. അത്തരത്തിലൊരു അവിഹിതമായ രാഷ്ട്രീയ സഖ്യം, രാഷ്ട്രീയ ധാരണ കേരളത്തിൽ രൂപപ്പെടും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഓരോ സംഭവവികാസങ്ങളും പരിശോധിച്ചാൽ നിരവധി ഉദാഹരണ സഹിതം സമർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ട് കേരളത്തിൽ CPM നടത്തുന്ന പരീക്ഷണം ഞാൻ അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നു. മതപരമായ വിഭാഗീയതയിലൂടെ ഒരു ധ്രുവീകരണം സൃഷ്ടിച്ച് ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച്, അതിലും ഇൻ പർട്ടിക്കുലർ വ്യക്തമായി ഞാൻ പറയുന്നു, മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ, സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് അതിന്റെ പിൻബലത്തിൽ തുടർഭരണം ലഭ്യമാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് പിണറായി വിജയൻ കേരളത്തിൽ പരീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിരുന്നു പമ്പ നദീതീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമം. ആ പമ്പ നദീതീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സാമുദായിക നേതാക്കന്മാർ ഇന്നലകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പരസ്പരം സ്പർദ്ധയോടും പകയോടും കൂടി പരാമർശിക്കുന്നതും പ്രതികരിക്കുന്നതും ഈ മതേതര കേരളം കേട്ടു. AK ബാലൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, വിജയരാഘവൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, അതുപോലെ സമീപകാലത്തായി നിരവധി നേതാക്കന്മാർ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഹിന്ദു എന്ന് പറയുന്ന ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം, സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഐക്യ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നു. വർഗീയ ധ്രുവീകരണം വളർത്തി കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി കേരളത്തിൽ ഒരു തുടർഭരണം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള അത്യന്തം അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ മതേതര ജനാധിപത്യ സമൂഹത്തിന് കേരളത്തിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളം വർഗീയതയുടെ വിളനിലമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പൊ അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. ഭൂരിപക്ഷ വർഗീയതയും UDFന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഞങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. രണ്ടും ഒരുപോലെ എതിർക്കപ്പെടണമെന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഖണ്ഡിതമായി കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തോട് ആവശ്യപ്പെടുന്നത്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ബദൽ ന്യൂനപക്ഷ വർഗീയതയല്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയ്ക്കും ബദൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ കൂട്ടായ്മയാണ് എന്ന വ്യക്തമായ രാഷ്ട്രീയമാണ് ഈ പുതുയുഗ കേരള യാത്രയിൽ കേരളത്തിലെ
ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്ന സന്ദേശം, ആ സന്ദേശം ഇവിടെ ഉദുമയിൽ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട UDF നേതാവ് സൂചിപ്പിച്ചതുപോലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 100-ലധികം സീറ്റ് വാങ്ങി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുമ്പോൾ ഉദുമ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു വൻപിച്ച രാഷ്ട്രീയ മാറ്റത്തിന് ഉദുമ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമാകണം. ഒന്നും അപ്രാപ്യമല്ല, ഒന്നും അസാധ്യമല്ല എന്ന് ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. 40 വർഷക്കാലമായി കൊല്ലം നഗരസഭയുടെ ഭരണം കോർപ്പറേഷൻ ഉണ്ടായ കാലഘട്ടം മുതൽ CPM നേതൃത്വത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭരണമായിരുന്നു. ആ ഭരണം മാറുമെന്ന് UDF നേതാക്കന്മാർ പോലും വിശ്വസിച്ചതല്ല. ആ കൊല്ലം കോർപ്പറേഷൻ ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ AK ഹഫീസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മേയർ ഇന്ന് കൊല്ലം നഗരസഭയുടെ ഭരണസാരഥ്യത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അസാധ്യമായി, അപ്രാപ്യമായി രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഉദുമ നിയമസഭാ നിയോജക മണ്ഡലവും അസാധ്യമല്ല, അപ്രാപ്യമല്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനായാസകരമായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങളുമായി ഈ അവസരത്തിൽ പങ്കുവച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ അഭിമാനബോധത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ചങ്കുറപ്പോടെ, നട്ടലിന്റെ കശേരബലത്തോടെ കാലികമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന, കേരളം ഒരു മനസ്സോടുകൂടി ആദരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഈ ജാഥയുടെ സ്വീകരണ സമ്മേളനത്തിലേക്ക് ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട്, സമ്മേളന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി, എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടുകൂടി ഉദുമ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ സ്വീകരണ സമ്മേളന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു, അസാധ്യമായി, അപ്രാപ്യമായി ഒന്നുമില്ല. ആ പട്ടികയിൽ ഉദുമ നിയോജക മണ്ഡലവും 2026 തെരഞ്ഞെടുപ്പിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നിർണായകമായ സംഭാവന നൽകാൻ കഴിയണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. ബഹുമാനപ്പെട്ട MM ഹസൻ ജി സംസാരിക്കും.